friends, it's me Pagant. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനാകെ 3-4 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു റെസിപ്പി തന്നെയാണ്, കുക്കുമർ. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. അറിയാത്തവർക്ക് അറിഞ്ഞു കാണിച്ചിട്ടാണ്. ഞാൻ ഈ കത്തി എടുക്കട്ടെ കേട്ടോ. കുറേ നേരം നമുക്ക് ഈ ഒരു പോഷൻ കിട്ടി. ഇതെങ്ങനെ ഓർക്കാൻ ഈ സൈഡാണോ ആ സൈഡാണോ എനിക്കറിയില്ലല്ലോ. എന്നെ കുറച്ച് മറന്നുപോയി. ഇത് മറ്റേ ആൽഫബറ്റ് പഠിച്ചിട്ട് മറന്നുപോലെയാണ്. പിന്നെ കുക്കുമ്പർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കഴുകാൻ പ്രത്യേകിച്ച് ചെയ്യണം. ഇത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കുക്കുമ്പർ അറിയാത്തവർക്കാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് കുക്കുമ്പർ നല്ലപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തോ. അല്ലാണ്ട് ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണം, റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നുള്ളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തോ. പിന്നെ ഇത് നല്ലൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ സ്നാക്സായിട്ട് കുട്ടികൾക്ക് സ്കൂളിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി സ്നാക്സാണ്. നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഞാനിത് കഴിച്ച പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ കുക്കുമർ വയ്ക്കാറുള്ളൂ. കുക്കുമർ എൻ്റെ കണ്ണിൽ എങ്ങാനെങ്കിലും കുക്കുമർ കണ്ട തീർന്നു. ഇത് എപ്പോഴോ തീർന്നു. ഇപ്പോഴോ തീരാന്നും പറയാൻ പറ്റില്ല. ഇത്രയ്ക്കും ഇതിൻ്റെ ഫാനാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ചെറുതായിട്ട് ഇതിൽ ഉപ്പ് പിടിക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഇട്ടാൽ മതി. ഗൈസ്, ഇനി മുതൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതാണ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ട്വിസ്റ്റായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ യൂനോ കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതിന് ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. പിന്നെ കുക്കിംഗ് എനിക്ക് വല്ലാതെ അറിയില്ല. അതിൽ ഞാൻ ചിലപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ സൂപ്പ് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ശരിക്കും. പിന്നെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയാലും അത് 8 നില പൊട്ടുന്ന എനിക്ക് നല്ല കണക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ വഴിക്കൊന്നും ഞാൻ പോകാറില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് അലങ്കോലത്തെ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പോയി ചെയ്യും. അല്ലാണ്ട് മറ്റേ ഇതൊന്നും സൂപ്പൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഗൈസ്, നമ്മൾ എന്ത് ചെയ്താലും 8 നിലയിൽ പൊട്ടുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യട്ടോ. നമ്മൾ കഥ തീരാൻ പോവാണ്. ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുത്ത കുട്ടികളാണ് ഗൈസ്. ഇത്രയും കുട്ടികളുണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുത്തു. എന്നാലും കുക്കുമർ അമ്മ ചാവാനായി. കുക്കുമറിൻ്റെ ഒരു കാര്യം ഞാനൊന്ന് മണ്ടിയാണില്ലേ. കുക്കുമറിന് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അതുകൂടി നമുക്കിപ്പോൾ ടെസ്റ്റിലോട്ട് പോകാം. അല്ല, ജെമിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ എന്തപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ മിണ്ടണ്ടെന്നല്ലേ? അല്ല, ഞാനെന്തേ മണ്ടിയേ? അങ്ങനെ എന്ത് പറഞ്ഞാലും തന്നെയാണ് മണ്ടോ. ഇത് നല്ലൊരു പൊട്ടല്ല.
ഗൈസ്. ഇനി നമ്മളുടെ ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കയ്യിലൊക്കെ മുട്ടാൻ ചിലപ്പോൾ എനിക്ക് സാധ്യത ഉണ്ട്. ഞാൻ ചെറിയ കുട്ടികളാതും ഈ പഠിക്കുന്നത്. പിന്നെ ഞാൻ അന്നില്ലേ ഒരു ദോശ ഉണ്ടാക്കിയതാണ്. അത് നൂഡിൽസ് പോലെയിട്ടുണ്ട്. ഇത് നമുക്ക് മക്കളെ പഠിച്ച് ദോശ നൂഡിൽസ് ആക്കാം. അങ്ങനെയുണ്ട് പണി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്താലും 8 നിലയിൽ പൊട്ടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. എന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ പണിക്കൊന്നും ആരും പോകണമെന്ന്. ഒരു സ്ലൈസ് കിട്ടാൻ കുറേ നേരമായിട്ട് പണിയെടുക്കണം. അപ്പോൾ ഒരു സ്ലൈസും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. സ്ലൈസ് പോലെ കുക്കുമ്പർ സർവീസ് പുള്ളിനകത്ത് സമാധാനം. ഇതാണെങ്കിൽ പണരം കട്ട് ചെയ്യാനും കൂട്ടാനുള്ള ചെറുതായിട്ട്. കുക്കുമ്പർ ചെറുതും ചോദിക്കരുത്, ഞാൻ വെട്ടി ചെറുതാക്കിയത്. അതെനിക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഉപ്പ് കൂട്ടാൻ എടുക്കാം. അത് കുറച്ചിട്ടാൽ മതി കേട്ടോ. കൂടുതലായ പിന്നെ വീട്ട് കൂടും. നമുക്കൊരു ടീസ്പൂൺ ഇടാം. ഇത്രക്കും മതിയോ? ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളുടെ കൈ എങ്ങോട്ടാ പോണേന്ന് നമുക്ക് മനസ്സിലാവില്ല ഗൈസ്. ഞാൻ കുറച്ചിങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല വണിക്കാൻ അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് കുറച്ചും കൂടി ഇടണം. കുറച്ച് ഇടാല്ലേ, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഷുഗർ കട്ടില്ലേ? ടേസ്റ്റ് നോക്കാം. അപ്പം എല്ലാം റെഡി ആയി നോക്കാം. അപ്പം ബൈ.